ഗൈസ്, നമ്മളെ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി പഴം എടുത്തിട്ട് നമ്മൾ 3 നേന്ത്രപ്പഴം എടുത്തു, തൊലി പൊളിച്ച് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കുക. നമ്മളെ ഹോം മെയ്ഡ് അല്ല, അപ്പോൾ ചെറിയ പീസുകളാക്കിയിട്ട് ഇതേപോലെ മുറിച്ചെടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചെറിയ പീസുകളാക്കി വെച്ചിട്ട് ആട്ടയാണ്, മൈദ ആട്ടയാകുമ്പോൾ നമുക്ക് ഹെൽത്തി ആണ്. ഇങ്ങനെ കുഴമ്പൂര് ഇങ്ങനെ കലക്കി വെക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റവ് കത്തിക്കുക. സ്റ്റവ് കത്തിച്ചിട്ട് എണ്ണ നമുക്ക് ഇഷ്ടമുള്ള എണ്ണ, സൺഫ്ലവറോ വെളിച്ചെണ്ണയോ ഒലീവ് ഓയിലോ നമുക്ക് ഇഷ്ടമുള്ള ഇതിലുണ്ടാകും. എന്നിട്ട് എണ്ണ ഒന്ന് ചൂടാവുന്നത് എണ്ണ ചൂടായി കഴിയുമ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ അതിനകത്തേക്ക് ഓരോരോ പഴത്തിൻ്റെ പീസുകൾ മൈദൻ്റെ ആട്ടേൻ്റെ കൂട്ടിൽ മുക്കി അതിലേക്ക് ഇട്ട് പൊരിയാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. നല്ലോണം മുരിഞ്ഞ് കഴിയുമ്പോഴേ നമ്മുടെ പഴംപൊരിയായി. ഇനി നമുക്കത് ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം. നമ്മുടെ സേവിങ് ഓണിലേക്ക് മാറ്റാം. അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ മാറ്റി ഇത് ചട്ടിയിൽ ബാക്കി വന്ന എണ്ണ ഉണ്ടാവും. ഇത് നമ്മളിനി ഉപയോഗിക്കുന്നില്ല, ഇത് ഉപയോഗിക്കരുതെന്നല്ലേ പറയുന്നത് സർക്കാരൊക്കെ ഹെൽത്തിനെ പറ്റുന്നത്. നമ്മളിതങ്ങ് ഒഴിച്ചാൽ കളഞ്ഞേക്കാം. ഉടക്കോഴി എണ്ണ അത് നമുക്ക് വേണ്ട, ഒഴിച്ചാൽ കളഞ്ഞേക്കാം. ഉടക്കോഴിമല എണ്ണയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.